നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ദിവസവും വിപണിയിൽ സെല്ലിംഗ് തുടരുകയാണ്. ആഗോള സൂചികകൾ ഇടിഞ്ഞതും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഒരു സെല്ലിംഗിലേക്ക് പോയതും ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടതുമാണ് ഇന്ന് വിപണികൾ ഇടിയാൻ കാരണമായത്. സെൻസെക്സ് 504 പോയിന്റ്സ് ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി 144 പോയിന്റ്സ് ആണ് ഇടിഞ്ഞത്. 35-ലധികം നിഫ്റ്റിയിലെ ഓഹരികൾ റെഡിലാണ് ക്ലോസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട നഷ്ടം നേരിട്ട ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയവയാണ്. നിഫ്റ്റി 50-യിലെ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട ഒരു സ്റ്റോക്ക് ഇൻഡിഗോ ആയിരുന്നു. ഏകദേശം 1.5% മുകളിൽ ഇടിഞ്ഞു. എയർ ട്രാഫിക് ആൻഡ് ഡിമാൻഡ് ഡാറ്റ പുറത്തു വന്നതാണ് സ്റ്റോക്ക് ഇടിയാൻ കാരണമായത്. നിഫ്റ്റി 50-യിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഒരു സ്റ്റോക്ക് ഏഷ്യൻ പെയിന്റ്സ് ആയിരുന്നു. 3% ഉയർന്നു. അനുകൂലമായിട്ടുള്ള ഒരു ബ്രോക്കറേജ് അപ്ഡേറ്റിനെ തുടർന്നാണ് സ്റ്റോക്ക് ഉയർന്നത്. ഈ വിറ്റാര EV ലോഞ്ചിന് മുന്നോടിയായി വിപണികൾ ശുഭാപ്തി വിശ്വാസം പുലർത്തിയതിനാൽ മാരുതി ഏകദേശം 1% ഉയർന്നു. ഇനി മറ്റ് ഫോക്കസിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ വോഡാഫോൺ ഐഡിയ 2% ഉയർന്നു. ടെലികോം മന്ത്രി സാധ്യമായ AGR റിലീഫ് പാക്കേജിനെ കുറിച്ച് സൂചന നൽകിയതിനെ തുടർന്ന് വോഡാഫോൺ ഐഡിയ 2% ഉയർന്നു. മിഡ് ക്യാപ് നഷ്ടം നേരിട്ടതിൽ ഇന്ത്യൻ ബാങ്കും ഉൾപ്പെടുന്നു. സമീപകാലത്തുള്ള റാലിയെ തുടർന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇന്ന് കണ്ടത്. ഇനി ഫാർമ ഓഹരികളിൽ നല്ല പ്രകടനം തുടരുന്നു. ഗ്ലെൻമാർക്ക്, ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് തുടങ്ങിയവ 1 മുതൽ 2% വരെ ഉയർന്നു. നല്ല നേട്ടമുണ്ടാക്കിയ മറ്റൊരു സ്റ്റോക്ക് സൺ ഫാർമ അഡ്വാൻസ് റിസർച്ച് കമ്പനി ലിമിറ്റഡ് ആയിരുന്നു. US കോടതി അനുകൂലമായ ഒരു വിധി ലഭിച്ചതിന് ശേഷം സ്പാർക്ക് എന്ന ഈ സ്റ്റോക്ക് ഏകദേശം 20% ഉയർന്നത്. ഇനി ശക്തമായിട്ടുള്ള രണ്ടാം പാദ ഫലങ്ങൾക്ക് ശേഷം MV എനർജി 8% ഉയർന്നു. ഇനി ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് പറഞ്ഞത് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആയിരുന്നു. 7% ഇടിഞ്ഞു. പൊതു ഓഹരി ഉടമകളുടെ കുറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി പ്രൊമോട്ടർ ബജാജ് ഫിനാൻസ് ബ്ലോക്ക് ഡീൽ വഴി 2% ഓഹരികൾ വിറ്റേക്കുമെന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് സ്റ്റോക്ക് ഇടിഞ്ഞത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നത്. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒത്തിരിയേറെ സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് റിക്കോ ഓട്ടോ, സെഞ്ചുറി പ്ലൈവുഡ്, വരോക്ക് എഞ്ചിനീയറിംഗ്, JSWHL തുടങ്ങിയ ധാരാളം സ്റ്റോക്കുകൾ 3 മുതൽ 12% വരെയുള്ള നല്ല പ്രോഫിറ്റാണ് നമുക്ക് കഴിഞ്ഞ സമീപ ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്ന് 3 സ്റ്റോക്കുകളാണ് നമ്മളിവിടെ നമ്മുടെ എഡ്യൂക്കേഷൻ വ്യൂ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പറയാൻ പോകുന്ന ഒരു സ്റ്റോക്ക് VBL ആണ്, വരുൺ ബിവറേജസ് ലിമിറ്റഡ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ 480 എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ലോവർ ഹൈ ഫോർമേഷനാണ് ഇപ്പോൾ സ്റ്റോക്കിൽ കാണുന്നത്. കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ ഇപ്പോൾ സ്റ്റോക്കിൽ ഫോം ആയിട്ടുണ്ട്. അതിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇത് സസ്റ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. 503 മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ വീക്ക്ലി ക്ലോസിംഗ് ഒക്കെ ലഭിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഒരു പക്ഷേ 530 തുടർന്ന് 555 പോകാനുള്ള സാധ്യതകളുണ്ട്. സ്റ്റോക്കിൽ ഒരു ഫോൾ വരികയാണെങ്കിൽ ഒരു മേജർ സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 435 മുതൽ 445 വരെയുള്ള ഈ ഒരു സോൺ തന്നെയായിരിക്കും. ഏറെ കാലമായിട്ട് ഒരു ബിയറിഷ് മോഡിലാണ് സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ ഈ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബിയറിഷ്നെസ് നമുക്ക് സ്റ്റോക്കിൽ കാണാനും കഴിയും. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 503 മുകളിലായിട്ട് കംഫർട്ടബിൾ ക്ലോസിംഗ് ലഭിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലുകളും കൂടാതെ ഹൈ വോളിയം സ്പൈക്കും കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ഒരു റൗണ്ടിങ് ബോട്ടം ഫോം ചെയ്തിട്ടുള്ള വേദാന്ത ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് അപ്സൈഡിൽ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ റൗണ്ടിങ് ബോട്ടത്തിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് കൂടിയാണത്. റൗണ്ടിങ് ബോട്ടവും കൂടാതെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ട് എന്നും കൂടി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഫോർമേഷനാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2024 സെപ്റ്റംബറിൽ ഈ ഒരു അപ്സൈഡിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ടച്ച് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ഇടിഞ്ഞിരുന്നു. പിന്നീട് രണ്ടാമത് 2024 ഡിസംബറിലും അതിനുശേഷം ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് നല്ലൊരു ബ്രേക്ക് ഔട്ട് ലഭിച്ചത് വളരെ പോസിറ്റീവായി തന്നെ കാണാവുന്നതാണ്. ഈ ഒരു കപ്പ് ഫോർമേഷൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ 2024 ഡിസംബർ മുതൽ ഇപ്പോൾ നവംബർ വരെയുള്ള ഈ ഒരു കാലയളവിലാണ് ഇപ്പോൾ ഈ ഒരു റൗണ്ടിങ് ബോട്ടം ഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്കിൽ ലഭിച്ചിരിക്കുന്ന ഈ ഒരു ബ്രേക്ക് ഔട്ട് ഒരു റീടെസ്റ്റും കഴിഞ്ഞിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് കൂടിയാണ്. അതുകൊണ്ട് നല്ല ഒരു ഡീസൻറ്റ് വോളിയം കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല ഒരു ബ്രേക്ക് ഔട്ട് ആയിട്ട് തന്നെ ഇതിനെ കാണാൻ കഴിയും. സ്റ്റോക്കിനെ കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്.
ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 560 തുടർന്ന് 585 ടാർഗറ്റുകളാവാനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് ഈ 2 സ്റ്റോക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും വരുന്ന സെഷനുകളിൽ നമുക്ക് കൂടുതൽ നല്ല നല്ല സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്യാം. എങ്കിൽ ഇനി രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും നന്ദി.